നമസ്കാരം, ശ്രീധരായാണ്. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണ്ട, എന്നിട്ട് അതിനെ പറ്റി മറുപടി ഞാൻ തരാം. വരെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും തീരുമാനമായി. ആരാ? മുൻ DGP ആർ ശ്രീലേഖ. വി രാജേഷ് ഔട്ട്, ആർ ശ്രീലേഖ ഇൻ. ഇതാണ് ഇപ്പോൾ തീരുമാനം. അപ്പോൾ നേരത്തെ RSSന്റെ നേതൃത്വത്തിന് മാത്രമായിരുന്നു വി രാജേഷിന്റെ കാര്യത്തിൽ വലിയ താല്പര്യം. സംസ്ഥാന നേതൃത്വം ശ്രീലേഖയ്ക്കൊപ്പമാണ് നിന്നത്. BJP സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ശ്രീലേഖയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയറായി GS മഞ്ജുവിനാണ് സാധ്യത. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, എത്ര ആധികാരികമായിട്ടാണ് ഇങ്ങനെ മാധ്യമപ്രവർത്തകർ ഈ കള്ളം പടച്ചുവിടുന്നത്? നമ്മുടെ കേരളത്തിലെ തൊട്ടടുത്തുള്ള തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിനെ BJP തീരുമാനിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായാലും വി രാജേഷിനെയും ആ ശശിനാഥനെയൊക്കെ തീരുമാനിക്കുന്ന തൊട്ട് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു വാർത്തയാണ് ഈ കാണുന്നത്. എന്ത് ആധികാരിക അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടുന്നത്? നിങ്ങൾ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തനം മൊട്ടള വായെന്നാണ് ഈ കേൾക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടുന്നത്? നമ്മുടെ കേരളത്തിലെ തലസ്ഥാനത്ത് നിന്ന് വന്നൊരു വാർത്തയാണിത്. ഈ ഉത്തരേന്ത്യ എന്ന് വന്ന് നിങ്ങളൊക്കെ ഇവിടെ പറയണ വാർത്തകൾ, അതിനകത്തൊക്കെ എന്ത് സത്യസന്ധതയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. അതിനകത്ത് നിങ്ങൾ ഈ പൊടുപ്പും തൊങ്ങലും ചേർത്ത് എന്തോരം നുണകൾ ഇപ്പൊ പറയണ്ടാകും. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ നിങ്ങൾ കുറച്ചു നേരം മുമ്പ് കണ്ട ഈ മൊട്ട പറയണ വാർത്ത. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം വേറൊന്നുമല്ല. ചില ആൾക്കാർക്ക് ദുഃഖം വന്നതും ചില ആൾക്കാർക്ക് സന്തോഷം വന്നതും ചില ആൾക്കാർ ദേഷ്യം വന്നതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ വായ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പറയും. ചില ആൾക്കാർക്ക് അത് ദേഷ്യം വന്നു. ആളുകൾ കാണണമല്ലേ, എന്നാലേ നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടുള്ളൂ, പൈസ കിട്ടുള്ളൂ. അതിനു വേണ്ടി മാത്രം ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ. പല വാർത്തകൾ അതിന് ഉദാഹരണമാണ്. തൊട്ടടുത്ത് വന്നൊരു വാർത്ത നമ്മൾ ഈ വിഷയത്തിൽ ഇട്ടേന്നുള്ളൂ. അപ്പൊ ഇത്തരത്തിലാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ പോണെങ്കിൽ നമുക്കറിയാം പല ആളുകളും ഇപ്പോഴും വിശ്വസിക്കുന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയൊക്കെ സത്യസന്ധമാണെന്നാണ്. അതൊന്നുമല്ല എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണിത്. കാരണം ഇവർക്ക് തോന്നിയത് അങ്ങോട്ട് പറയാം. അത് കാണാൻ നേരത്തെ ചില ആൾക്കാർക്ക് ദേഷ്യം വനും ചിലർക്ക് സന്തോഷം വനും അതിനു വേണ്ടി മാത്രം, റേറ്റിംഗിന് വേണ്ടി മാത്രമായിട്ട് മാറണേണ്. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് സോഷ്യൽ മീഡിയയിലെ ചില സംഭവങ്ങൾ. ഏതായാലും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇതൊക്കെ പൊളിച്ചടക്കാൻ സാധിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ തറവേലകളും കള്ളത്തരങ്ങളൊക്കെ നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇനിയെങ്കിലും മാധ്യമപ്രവർത്തകർ അറിയേണ്ടത് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ നിങ്ങൾ പടച്ചുവിടുമ്പോ സാധാരണക്കാർ ഇത് വിശ്വസിക്കേണ്ടെന്ന് കരുതണം. അവരെ മനസ്സിലൊക്കെ തീ കോരിടാനായിട്ട് ശ്രമിക്കല്ലേ. ഇവിടെ സത്യം പറഞ്ഞ ഈ തമ്മിലുള്ള വൈരാഗ്യങ്ങൾ കലാപങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും വലിയ ശ്രമങ്ങൾ നടത്തി ഇവിടുത്തെ മാധ്യമങ്ങൾ. സംശയമില്ല. അവരാ മറ്റേ പേരെന്നെ വിളിക്കണം. ഏത് എത്ര ലിങ്കാണ് അതിനെ വിളിക്കേണ്ടി വരും. കാരണം അത്ര ഏറ്റവും വലിയ ഉദാഹരണം കണ്ടത് തന്നെ. എത്ര നാളിങ്ങനെ